നമസ്കാരം. ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. രാമൻ കാട്ടിലേക്ക് പോകുന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരും നടുങ്ങിപ്പോയി. ദേഷ്യത്തോടെ ലക്ഷ്മണൻ പറഞ്ഞു, അച്ഛൻ ജ്യേഷ്ഠനോട് അനീതിയാണ് കാട്ടിയത്. ഞാനിത് പൊറുക്കില്ല. ഇത് പറഞ്ഞിട്ട് ലക്ഷ്മണൻ തൻ്റെ വലിയ വില്ലുമെടുത്ത് ദേഷ്യത്തോടെ കൊട്ടാരത്തിലേക്ക് നടന്നു. രാമൻ അനുജന്റെ തോളിൽ കൈവച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ ചെറിയ രാജ്യത്തിനു വേണ്ടി അച്ഛൻ കൈകേയിയമ്മയ്ക്ക് കൊടുത്ത വരത്തിനെതിരായി നീ പോകുകയാണോ? ലക്ഷ്മണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠന് കാട്ടിലേക്ക് പോകണമെങ്കിൽ എന്നെയും കൊണ്ടുപോവുക. അങ്ങനെ രാമൻ അത് സമ്മതിച്ചു. ഈ വാർത്ത രാമൻ സീതയെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ അമ്മ കൗസല്യയെ നീ നല്ലവണ്ണം ശുശ്രൂഷിക്കണം. സീത കണ്ണുനീരൊഴുകിക്കൊണ്ട് പറഞ്ഞു, എന്നെ വിട്ടു പോകരുതേ. അങ്ങില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നു മരിക്കും. അവസാനം സീതയോടും തൻ്റെ കൂടെ വന്നുകൊള്ളാൻ രാമൻ പറഞ്ഞു. നഗരം ദുഃഖത്തിലാണ്ടു. സ്ത്രീകളും കുട്ടികളും എന്നു വേണ്ട പ്രായമായ പുരുഷന്മാർ പോലും രാമൻ രാജ്യം വിട്ടു പോകുന്നുവെന്ന കാര്യം ആലോചിച്ച് തേങ്ങിക്കരയാൻ തുടങ്ങി. രാമനും സീതയും ലക്ഷ്മണനും ആശ്രമവാസികളെപ്പോലെ വസ്ത്രങ്ങൾ ധരിച്ച് രഥത്തിൽ കയറിയിരുന്നു. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അയോധ്യവാസികൾ രാമന്റെ രഥത്തിന്റെ പിന്നാലെ ഓടുവാൻ തുടങ്ങി. സുമന്ത്രർ കഴിയുന്നത്ര വേഗത്തിൽ രഥം ഓടിച്ചു. അങ്ങനെ അവർ തമസാ നദിയുടെ തീരത്തെത്തി. അയോധ്യയിലെ ജനങ്ങളും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ രാമൻ തീരുമാനിച്ചു. അടുത്ത ദിവസം വെളുപ്പിന് സുമന്ത്രരെ വിളിച്ചുണർത്തി രാമൻ പറഞ്ഞു, നമ്മളെ പിന്തുടർന്നു വന്ന അയോധ്യവാസികളെല്ലാം നല്ല ഉറക്കത്തിലാണ്. അവർ എന്നെ പിന്തുടരുന്നത് ശരിയല്ല. അതുകൊണ്ട് അവരുണരും മുൻപേ നമുക്ക് പോകാം. രാമനും ലക്ഷ്മണനും സീതയും സുമന്ത്രർ തെളിയിച്ച തേരിൽ യാത്ര തുടർന്നു. ഒരു ദിവസം മുഴുവൻ സഞ്ചരിച്ച ശേഷം അവർ ഗംഗാനദിയുടെ തീരത്തെത്തി. അവിടെ രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അവർ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. അവിടെ വേടന്മാരുടെ തലവനായ ഗുഹൻ താമസിച്ചിരുന്നു. ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് കേട്ടിട്ട് അയാൾക്ക് ദുഃഖം തോന്നി. അയാൾ രാമനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ എൻ്റെ കൂടെ കഴിയാം. എൻ്റെ രാജ്യവും ധനവും ജീവിതം തന്നെയും അങ്ങയുടെ സേവനത്തിനായി ഞാനിതാ സമർപ്പിക്കുന്നു. ഗുഹന്റെ സ്നേഹം രാമന്റെ ഹൃദയത്തെ സ്പർശിച്ചു. രാമൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്കറിയാം. എന്നാൽ കാട്ടിൽ ആശ്രമ ജീവിതം നയിക്കാവൂ എന്ന് കൈകേയി മാതാവിന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പഴവും കിഴങ്ങും മാത്രം ഭക്ഷിച്ച് ജീവിച്ചു കൊള്ളാം. അവർ ആ രാത്രി ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ലക്ഷ്മണനും ഗുഹനും ഉറങ്ങാതെ കാവലിരുന്നു. അടുത്ത ദിവസം ഗുഹനോട് യാത്ര പറഞ്ഞ് 3 പേരും തോണിയിൽ കയറി. സുമന്ത്രർ വിങ്ങുന്ന ഹൃദയത്തോടെ രാമന്റെ അരികിലെത്തി. രാമൻ സുമന്ത്രരോട് പറഞ്ഞു, അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി അച്ഛനെ ആശ്വസിപ്പിക്കുക. രാമന്റെ തോണി കരവിട്ടു പോകാൻ തുടങ്ങി. സുമന്ത്രരും ഗുഹനും കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവിടെ തന്നെ നോക്കി നിന്നു. 3 നാളുകൾക്ക് ശേഷം സുമന്ത്രർ ദുഃഖഭാരത്തോടെ അയോധ്യയിൽ മടങ്ങിയെത്തി. അയാൾ നേരെ ദശരഥന്റെ അടുത്തേക്ക് ചെന്നു. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചതുപോലെയായ രാജാവിനെ കണ്ടു. സുമന്ത്രർ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. ദശരഥന് എല്ലാം മനസ്സിലായി. എൻ്റെ രാമ എന്ന് അദ്ദേഹം വേദനയോടെ കരഞ്ഞു വിളിച്ചു. അന്നു രാത്രി തന്നെ ദശരഥൻ ഹൃദയം പൊട്ടി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവശരീരം എണ്ണയിൽ കിടത്തി സൂക്ഷിച്ചു. ഭരതനെയും ശത്രുഘ്നെയും വിളിച്ചു വരുത്താൻ വസിഷ്ഠർ സന്ദേശവാഹകരെ അയച്ചു. കൊട്ടാരത്തിൽ നടന്നതൊന്നും അറിയിക്കരുതെന്ന് അവർക്ക് പ്രത്യേകം നിർദ്ദേശവും നൽകി. ഉടനെ തന്നെ ഭരതൻ ശത്രുഘ്നനോടൊപ്പം അയോധ്യയിൽ തിരിച്ചെത്തി. നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ചില ദുശ്ശകുനങ്ങൾ അവർ കണ്ടു. നഗരം മുഴുവൻ വിചിത്രമായ രീതിയിൽ നിശബ്ദമായിരിക്കുന്നു. ദശരഥന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. ഭരതൻ ഉടനെ കൈകേയിയുടെ അരികിലെത്തി. അമ്മയുടെ മുഖത്തുള്ള ദുഃഖവും വിളർച്ചയും കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് ഭരതന് മനസ്സിലായി.
എവിടെ അച്ഛൻ? ഭരതൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. കൈകേയി പറഞ്ഞു, എൻ്റെ മകനെ, അദ്ദേഹം ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോയി, മരിച്ചുപോയി. ഭരതൻ വാർത്ത കേട്ട് അന്തം വിട്ടു. അച്ഛൻ മരിച്ചിരിക്കുന്നു? എങ്ങനെ? എന്തുകൊണ്ട്? എപ്പോൾ? അവരെന്താ മുമ്പേ തന്നെ എന്നെ അറിയിക്കാതിരുന്നത്? ദുഃഖം കൊണ്ട് ഭരതൻ ഉറക്കെ നിലവിളിച്ചു. എന്നിട്ട് ചോദിച്ചു, രാമജ്യേഷ്ഠൻ എവിടെ? ജ്യേഷ്ഠനെങ്കിലും അച്ഛൻ്റെ അവസാന വാക്കുകൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായല്ലോ. അച്ഛൻ എനിക്കായി വല്ല സന്ദേശവും തന്നിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ രാമ എന്നായിരുന്നു എന്ന് കൈകേയി പറഞ്ഞു. ഭരതൻ ആശ്ചര്യപ്പെട്ടുപോയി. അച്ഛൻ മരിക്കുമ്പോൾ ജ്യേഷ്ഠൻ അടുത്തുണ്ടായിരുന്നില്ലേ? അദ്ദേഹം ചോദിച്ചു. കൈകേയി പറഞ്ഞു, രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് അയച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ ഉണ്ടായ കഥയെല്ലാം വിസ്തരിച്ചു കൊണ്ട് പറഞ്ഞു. ഭരതന് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. സ്വന്തം അമ്മ വരുത്തി വെച്ച ദുരന്തവും മനസ്സിലായി. ഭരതൻ അമ്മയെ ലജ്ജയോടും ദേഷ്യത്തോടും കൂടി നോക്കി. കൈകേയിക്ക് ഇപ്പോൾ താൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലായി. അമ്മയെ മനസ്സിലാക്കണമെന്ന് കൈകേയി ഭരതനോട് യാചിച്ചു. എന്നാൽ ഭരതന്റെ ദേഷ്യം അടക്കാൻ ഒന്നിനും കഴിഞ്ഞില്ല. ഭരതൻ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അമ്മയല്ല, ശത്രുവാണ്. ദയയില്ലാത്ത സ്ത്രീ. എൻ്റെ അച്ഛനെ നിങ്ങൾ കൊന്നു, ഏട്ടനെ കാട്ടിലേക്ക് അയച്ചു. ഞാൻ രാമജ്യേഷ്ഠനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇനി നിങ്ങളുടെ മകനുമല്ല. ഇത്രയും പറഞ്ഞ് ഭരതൻ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് പാഞ്ഞു. കൗസല്യയും സുമിത്രയും ഭരതനെ സ്വീകരിച്ചു. ദുഃഖം താങ്ങാനാവാതെ കൗസല്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഭരത, രാജ്യം നിന്നെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാവുമെന്ന് ഭയക്കേണ്ട. ഞങ്ങൾക്ക് ഒരപേക്ഷയേ ഉള്ളൂ. എന്നെയും സുമിത്രയെയും രാമന്റെ കൂടെ കാട്ടിൽ താമസിക്കുവാൻ കൊണ്ടുപോവുക. ഇത്രയും കേട്ടപ്പോൾ ഭരതന്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി. കൗസല്യയുടെ കാലിൽ വീണ് അവരുടെ കാലുകൾ കെട്ടിപ്പിടിച്ച് തേങ്ങിക്കൊണ്ട് ഭരതൻ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്ക് അറിയാമല്ലോ എനിക്ക് രാമനോടുള്ള സ്നേഹം. അമ്മ ഈ പറഞ്ഞത് ശരിയാണോ? രാമന് അവകാശപ്പെട്ട കിരീടം ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല. രാമനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവരുമെന്ന് ഭരതൻ കൗസല്യയ്ക്ക് വാക്കും കൊടുത്തു. രാമനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു രാവും പകലും ഭരതന്റെ ചിന്ത. അദ്ദേഹത്തിന് ശാന്തിയില്ലാതെയായി. അദ്ദേഹം വസിഷ്ഠനോട് ഉപദേശം തേടി. ദശരഥന്റെ അന്ത്യകർമ്മങ്ങൾ വൈകിക്കരുതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. ഭരതൻ സമ്മതിക്കുകയും ദശരഥന്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. പുരോഹിതന്മാർ മന്ത്രങ്ങൾ ചൊല്ലി ഭരതൻ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് ചിതയ്ക്കു തീ പകർന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഭരതൻ രാമനെ അന്വേഷിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. ഒരു വലിയ സൈന്യവുമായി അദ്ദേഹം വനത്തിൽ പ്രവേശിച്ചു. കൈകേയിയെയും മറ്റു മഹാറാണിമാരെയും കൂടെ ഉണ്ടായിരുന്നു. കുറേ ദിവസം യാത്ര ചെയ്തിട്ട് അവർ ചിത്രകൂടത്തിലെത്തി. സൈന്യത്തെ കുറച്ച് ദൂരത്തായി നിർത്തിയിട്ട് ഭരതൻ രാമനെ കാണാൻ പോയി. തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഭരതൻ രാമന്റെ പാദങ്ങളിൽ വീണു. ഭരതനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ച് രാമൻ ചോദിച്ചു, നീ എന്തിനാണ് അച്ഛനെ വിട്ട് ഈ കാട്ടിലേക്ക് വന്നത്? നീ എന്താണ് ഇത്ര മെലിഞ്ഞിരിക്കുന്നത്? ഭരതൻ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. രാമൻ വീണ്ടും പല ചോദ്യങ്ങളും ചോദിച്ചു. പക്ഷെ ഭരതനൊന്നും മിണ്ടാതെ നിന്നു തേങ്ങിക്കരഞ്ഞതേയുള്ളൂ. കുറച്ചു നേരത്തിന് ശേഷം ശക്തി വീണ്ടെടുത്ത് ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠൻ പോന്നതിന് ശേഷം നമ്മുടെ അച്ഛൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ജ്യേഷ്ഠൻ എൻ്റെ കൂടെ വരണം. കിരീടം ധരിച്ച് രാജ്യം സ്വീകരിക്കണം. അച്ഛൻ മരിച്ച വിവരമറിഞ്ഞ് രാമൻ മോഹാലസ്യപ്പെട്ടു വീണു. ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി സീത രാമന്റെ മുഖത്ത് വെള്ളം തളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാമൻ ഉണർന്നു. അച്ഛൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി അവരെല്ലാം മന്ദാകിനി നദിയിലേക്ക് നടന്നു. അടുത്ത ദിവസം ഭരതൻ ജ്യേഷ്ഠനോട് അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ വീണ്ടും വീണ്ടും താഴ്മയോടെ പറഞ്ഞു. എന്നാൽ രാമൻ ശക്തമായി പറഞ്ഞു, എന്തു വന്നാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ ആജ്ഞയെ ധിക്കരിക്കില്ല. നീ നാട്ടിൽ ചെന്ന് രാജ്യം ഭരിക്കും. എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രതിജ്ഞ നിറവേറ്റണം. 14 കൊല്ലത്തിന് ശേഷം ഞാൻ തിരിച്ചു വരാം. എന്നാൽ ഭരതനെ അത്ര എളുപ്പത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അവസാനം വസിഷ്ഠമുനി ഒരു വഴി കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, നീ രാമനു വേണ്ടി രാമന്റെ പ്രതിനിധിയായി രാജ്യം ഭരിക്കുക.
ഇതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്ന് ഭരതന് മനസ്സിലായി. എന്നാൽ രാമന് അവകാശപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുകയെന്നത് ഭരതന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഭരതൻ പറഞ്ഞു, അങ്ങയെ അനുസരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അങ്ങയുടേതായ എന്തെങ്കിലും ഒന്ന് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണം. രാമൻ അത് സമ്മതിച്ചു. ഭരതൻ അപ്പോൾ തന്നെ ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ എടുത്ത് ബഹുമാനത്തോടെ ശിരസിൽ വെച്ചു. അതിനുശേഷം അയോധ്യയിലേക്ക് മടങ്ങി. അയോധ്യയിലെത്തിയ ശേഷം ആ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് രാമനു വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചു. ഭരതൻ ഒരു ചെറിയ കുടിലിൽ താമസിച്ച് ജ്യേഷ്ഠന്റെ വരവിനായി ദിവസങ്ങൾ എണ്ണിക്കാത്തിരുന്നു.